എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണോ അതോ കുറച്ചുകാലമായി കണ്ടന്റ് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കാഴ്ചകൾ ലഭിക്കുന്നില്ല എന്നത് ശരിയാണെങ്കിലും ഇംപ്രഷനുകൾ ലഭിക്കുന്നു, പക്ഷേ കാഴ്ചകൾ ലഭിക്കുന്നില്ല. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു, അല്ലേ? നിങ്ങളുടെ ഉള്ളടക്കം ദൃശ്യമാകുന്നു, പക്ഷേ ആരും ക്ലിക്ക് ചെയ്യുന്നില്ല. ഇത് നമുക്ക് വിശകലനം ചെയ്ത് എന്താണ് തെറ്റ് സംഭവിക്കുന്നതെന്നും ആ ഇംപ്രഷനുകളെ യഥാർത്ഥ കാഴ്ചകളാക്കി മാറ്റുന്നതെങ്ങനെയെന്നും കണ്ടെത്താം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇംപ്രഷനുകൾ ഒരു പ്രധാന മെട്രിക്കാണ്. അതായത് നിങ്ങളുടെ ഉള്ളടക്കം ദൃശ്യമാകുന്നു, ആരുടെയെങ്കിലും ഫീഡിലോ തിരയൽ ഫലങ്ങളിലോ ശുപാർശ ചെയ്യുന്ന വീഡിയോകളിലോ ആകട്ടെ. എന്നാൽ പ്രധാന കാര്യം ഇതാ, ഇംപ്രഷനുകൾ എല്ലായ്പ്പോഴും കാഴ്ചകളായി വിവർത്തനം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ആദ്യം ഇംപ്രഷനുകൾ നിർവചിക്കാം. നിങ്ങളുടെ വീഡിയോയോ പോസ്റ്റോ ഒരാളുടെ മുന്നിൽ എത്ര തവണ കാണിക്കുന്നു, അവർ യഥാർത്ഥത്തിൽ അതിൽ ഇടപഴകുന്നുണ്ടോ ഇല്ലയോ എന്നതിനെയാണ് ഇംപ്രഷനുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധാരാളം ഇംപ്രഷനുകൾ ലഭിക്കുന്നുണ്ടാകാം, പക്ഷേ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചകൾ ലഭിക്കുന്നില്ല. തിരയൽ ഫലങ്ങളിൽ നിന്നോ നിർദ്ദേശിക്കപ്പെട്ട വീഡിയോകളിൽ നിന്നോ നിങ്ങളെ പിന്തുടരുന്നവരുടെ ഫീഡുകളിൽ നിന്നോ ഇംപ്രഷനുകൾ ഉണ്ടാകാം. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്: ആളുകൾ നിങ്ങളുടെ ഉള്ളടക്കം കാണുകയും അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇനി നമുക്ക് പ്രശ്നത്തിന്റെ മൂലത്തിലേക്ക് കടക്കാം. ആളുകൾ നിങ്ങളുടെ ഉള്ളടക്കം കാണുന്നുണ്ടെങ്കിലും ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാരണങ്ങളുണ്ട്. നമുക്ക് അത് വിശദീകരിക്കാം. നിങ്ങളുടെ ലഘുചിത്രം നിങ്ങളുടെ ആദ്യ മതിപ്പാണ്. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ലഘുചിത്രം ആരുടെയെങ്കിലും കണ്ണിൽ പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശീർഷകം എത്ര മികച്ചതാണെന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ ലഘുചിത്രം വ്യക്തവും ഊർജ്ജസ്വലവുമാണോ, അത് ജിജ്ഞാസ ഉണർത്തുന്ന രീതിയിൽ ഉള്ളടക്കത്തെ കളിയാക്കുന്നുണ്ടോ? അടുത്തതായി നിങ്ങളുടെ ശീർഷകവും വിവരണവും. നിങ്ങളുടെ ശീർഷകമോ ടാഗുകളോ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇംപ്രഷനുകൾ ലഭിക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ശീർഷകം മൂല്യമോ കൗതുകമോ വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ തൊട്ടുമുന്നിലേക്ക് സ്ക്രോൾ ചെയ്തേക്കാം. നിങ്ങളുടെ ശീർഷകം ആളുകളെ ഉടനടി ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കണം. കൂടാതെ നിങ്ങളുടെ വിവരണം കൂടുതൽ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് ശീർഷകത്തെ ബാക്കപ്പ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളടക്കം തെറ്റായ പ്രേക്ഷകരെ കാണിക്കുന്നതിനാലാകാം മറ്റൊരു കാരണം. നിങ്ങൾക്ക് ഇംപ്രഷനുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഉള്ളടക്കത്തിന് ശരിയായ പ്രേക്ഷകരായിരിക്കില്ല. അതിനാൽ നിങ്ങളുടെ ടാർഗറ്റിംഗ് പരിശോധിക്കൂ. നിങ്ങളുടെ വീഡിയോയിൽ താൽപ്പര്യമുള്ള ശരിയായ ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ? അപ്പോൾ ഇംപ്രഷനുകൾ എല്ലായ്പ്പോഴും വ്യൂകളായി മാറാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് സംസാരിക്കാം. ആദ്യം, നിങ്ങളുടെ തംബ്നെയിലുകൾ മെച്ചപ്പെടുത്തുന്നതിൽ പ്രവർത്തിക്കൂ. അവ വേറിട്ടു നിൽക്കുന്നുണ്ടെന്നും വ്യക്തമാണെന്നും വീഡിയോയ്ക്കുള്ളിലെ കാര്യങ്ങളുടെ ഒരു സൂചന നൽകുന്നുണ്ടെന്നും ഉറപ്പാക്കൂ. ഏതാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ വ്യത്യസ്ത വ്യതിയാനങ്ങൾ പരീക്ഷിക്കൂ. അടുത്തതായി, നിങ്ങളുടെ ശീർഷകങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യൂ. ആളുകളെ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുക. ക്ലിക്ക് ബൈറ്റി ആകുന്നത് ഒഴിവാക്കൂ. അതൊരു നല്ല ബാലൻസാണ്. നിങ്ങളുടെ ശീർഷകം ആവേശകരമാണെങ്കിലും ഉള്ളടക്കത്തോട് സത്യസന്ധമായിരിക്കണം. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആളുകൾ താമസിക്കണോ അതോ ക്ലിക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു. അവരെ ഉടൻ തന്നെ ആകർഷിക്കുക. ശക്തമായ ഒരു ചോദ്യമായാലും ധീരമായ ഒരു പ്രസ്താവനയാലും വരാനിരിക്കുന്നതിന്റെ ആവേശകരമായ ഒരു പ്രിവ്യൂ ആയാലും സമയം പാഴാക്കരുത്. ഇംപ്രഷനുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണാൻ നിങ്ങളുടെ അനലിറ്റിക്സ് പരിശോധിക്കൂ. അവ തിരയൽ ഫലങ്ങളിൽ നിന്നാണോ അതോ ശുപാർശകളിൽ നിന്നാണോ? നിങ്ങളുടെ തംബ്നെയിലുകൾ, ശീർഷകങ്ങൾ, വീഡിയോകളുടെ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. നിങ്ങളുടെ പ്രേക്ഷക ടാർഗറ്റിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുക. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുന്നത് വരെ പരീക്ഷിക്കൂ. സൃഷ്ടിക്കുന്നത് തുടരുക, സ്ഥിരത പുലർത്തുക, കാഴ്ചകൾ വരും. കണ്ടതിന് വളരെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടുതൽ നുറുങ്ങുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കൂ. നിങ്ങൾ ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കൂ. കാണാം.